പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119 അധ്യായം 43 45 തിരുവചനങ്ങൾ. സത്യത്തിൻ്റെ വചനം എൻ്റെ അധരങ്ങളിൽ നിന്ന് നിശേഷം എടുത്തു കളയരുതേ. അങ്ങയുടെ കൽപ്പനകൾ തേടുന്നതുകൊണ്ട് ഞാൻ സ്വതന്ത്രമായി വ്യാപരിക്കും. യേശുവിൽ വിശ്വസിക്കുക എന്നതിൻ്റെ അർത്ഥം തന്നെ സത്യം അറിയുക എന്നതാണ്. കർത്താവിൻ്റെ വചനത്തെ അധരങ്ങളിൽ നിന്ന് അടർത്തി മാറ്റാതെ സ്വതന്ത്രമായി വ്യാപരിക്കുവാനായിട്ടുള്ള ഒരു ജീവിത ശൈലിയാണ് ക്രിസ്തീയ ജീവിതം. വഴിയും സത്യവും ജീവനുമായി ഈശോയെ അറിയുക എന്നതാണ് യഥാർത്ഥ സത്യം. ഈ അറിവ് പങ്കുവയ്ക്കുന്നതിന് നമുക്ക് ഒരു സ്വാതന്ത്ര്യം ആവശ്യമുണ്ട്. ഈ സ്വാതന്ത്ര്യം നമുക്ക് നൽകുക പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഈ ഒരു സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ടാണ് സിനഗോഗിൽ തടിച്ചുകൂടിയിരുന്ന എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വേദപുസ്തകം വായിച്ചുകൊണ്ട് ഈശോ സധൈര്യം ഇങ്ങനെ പറയുന്നത്: നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. ആ കേട്ടതെല്ലാം ഈശോയിലൂടെയാണ് നിറവേറിയത്. ആരിലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടോ അവരെല്ലാവരും സ്വാതന്ത്ര്യത്തോടുകൂടെ വ്യാപരിച്ചവരാണ്. പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞുവല്ലോ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. നമുക്കും പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ വലിയ സ്വാതന്ത്ര്യത്തിനായിട്ട് ദാഹിക്കാം. ദിവ്യകാരുണ്യ ഈശോയെ, ആത്മാവിലൂടെ ഈ സ്വാതന്ത്ര്യം ഞങ്ങൾക്കും നൽകണമേ. അങ്ങയെ അറിയാൻ, അങ്ങയെ ആരാധിക്കാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.